ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. മാത്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ബോർഡ് മാസം അതുപോലെ ഫ്രാക്ഷൻസിന്റെ അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഈ പറയുന്ന ഓപ്പറേഷൻസ് ആണ് നോക്കിയത്. ഇത് നമുക്ക് പ്രൈം നമ്പർ എന്താണ്, കോമ്പോസിറ്റ് നമ്പർ എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് പല ചോദ്യങ്ങളും ചെയ്യുമ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട കാര്യമാണ് പ്രൈം നമ്പർ വെച്ചുള്ള ഫാക്ടറൈസേഷൻ. പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയും. അപ്പൊ അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് പ്രൈം നമ്പർ എന്താണെന്ന് അറിയാം. നമുക്ക് 1 മുതൽ അങ്ങോട്ടുള്ള നമ്പേഴ്സിനെ നമ്മൾ ഓഡ് നമ്പർ എന്നും ഈവൻ നമ്പർ എന്നും ക്ലാസിഫൈ ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ് എന്ത്, പ്രൈം കോമ്പോസിറ്റ് എന്ന് പറയുന്നത്. സംഭവം ഇത്രേ ഉള്ളൂ. ഞാനിപ്പോൾ 1 മുതൽ 15 വരെയുള്ള സംഖ്യകളായി ഞാൻ അതിന്റെ ഫാക്ടേഴ്സിനെ എഴുതുവാണ്. ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ആരെയൊക്കെ കൊണ്ട് എനിക്ക് ഡിവൈഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒന്നാമത്തെ 1നെ എടുത്തു. 1നെ എനിക്ക് ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇല്ലേ? 1നെ എനിക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി 2 എന്ന് പറയുന്ന സംഖ്യ എടുക്കാം. 2നെ എനിക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഇല്ലേ? അപ്പൊ തന്നിരിക്കുന്ന സംഖ്യ ആരെയൊക്കെ കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്നാണ് ഞാൻ നോക്കുന്നത്. അടുത്ത് 3 എടുക്കാം. 3നെ എനിക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, ഇല്ലേ? 3 ഡിവൈഡ് ബൈ 2 കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഉത്തരം എടുക്കാൻ പറ്റുമോ? ഇല്ല. അടുത്ത് 3 കൊണ്ടേ പറ്റത്തുള്ളൂ. അടുത്ത് 4നെ എനിക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 1 എഴുതാനുള്ള റീസൺ ഏതൊരു നമ്പറിനെയും എനിക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഇല്ലേ? 4നെ 1 കൊണ്ട് ഭാഗിച്ചാൽ 4 എന്ന് കിട്ടും. അടുത്ത ആരുണ്ട്? എനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇല്ലേ? 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 എന്ന് കിട്ടും. അടുത്ത് 3 കൊണ്ട് പറ്റത്തില്ല, 4 കൊണ്ട് പറ്റും. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1. ഓക്കെ. അപ്പൊ ഈ ഡിവൈഡ് ചെയ്താൽ എന്ന് പറഞ്ഞ് എഴുതിയ ആൾക്കാർ എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. ജസ്റ്റ് ഇത്രേ ഉള്ളൂ. ആരെയൊക്കെ കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് ഞാനും നോക്കി. അതുപോലെ ഓരോരുത്തരും നമുക്ക് എഴുതാം. 5നെ 1 കൊണ്ടും 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. 6 ആണെങ്കിലോ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2 കൊണ്ട്, 3 കൊണ്ട്, 6 കൊണ്ട്. 7 ആണെങ്കിൽ 1 കൊണ്ട് 7 കൊണ്ട് മാത്രം. 8 ആണെങ്കിൽ 1 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 9നെ 1 കൊണ്ടും 3 കൊണ്ടും 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 10നെ 1 കൊണ്ടും 2 കൊണ്ടും 5 കൊണ്ടും 10 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. 11നെ 1 കൊണ്ടും 11 കൊണ്ടും. 11നെ 1 2 3 4 6 12. 13നെ 1 13. 14നെ 1 2 7 14. 15നെ 1 3 5 15. ഇവിടെ ഞാൻ എഴുതിയതിന്റെ റീസൺ പറഞ്ഞുതരാം. ഞാനിപ്പോ ഓരോ നമ്പറുകൾ എഴുതിയിട്ട് ആരെയൊക്കെ കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് ഞാൻ എഴുതി. ഇനി ഇവിടെ നോക്കിയേ, 1 എന്ന് പറയുന്ന ആളിനെ എനിക്ക് 1 കൊണ്ട് മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി 2 എടുത്താലോ 1 കൊണ്ട് ആ സെയിം നമ്പർ കൊണ്ട്, ഇല്ലേ? 2 എന്ന് പറയുന്ന സംഖ്യയെ 1 കൊണ്ടും ആ സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. 3 ആണെങ്കിലോ 1 കൊണ്ടും ആ സെയിം നമ്പറായ 3 കൊണ്ടും. ഇനി 4 ആണെങ്കിലോ 1 കൊണ്ടും ആ സെയിം നമ്പറായ 4 കൊണ്ട്. പക്ഷെ അഡീഷണൽ ആയിട്ട് ഒരാളും കൂടി ഉണ്ട്, ഇല്ലേ? ഈ 1ഉം ആ സംഖ്യയും അല്ലാതെ അഡീഷണൽ ആയിട്ട് ഒരാൾ കൂടി ഉണ്ട്. 5 ആണെങ്കിൽ 1 5 കൊണ്ട് മാത്രമേ ഉള്ളൂ. 6 ആണെങ്കിലോ 1ഉം 6 കൊണ്ട്, 1ഉം ആ സംഖ്യയെ 6 കൊണ്ട്, പക്ഷെ എക്സ്ട്രാ ആയിട്ട് 2 പേരും കൂടി ഉണ്ട്. ഇവിടെ നമുക്ക് 2 ആയിട്ടൊന്ന് ഗ്രൂപ്പ് ചെയ്യാം. 1ഉം ആ നമ്പർ മാത്രം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാർ. ഓക്കെ, ഇവിടെ 7, അതുപോലെ 11 13 ഈ പറയുന്ന ആൾക്കാർ ഞങ്ങൾ സർക്കിൾ ചെയ്യാം. 7 11 13. ഞാൻ ഈ സർക്കിൾ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ പ്രത്യേകത, ഇവർക്ക് എല്ലാവർക്കും എത്ര ഫാക്ടറേ ഉള്ളൂ? 2 ഫാക്ടറേ ഉള്ളൂ. ആ 2 ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? 1ഉം ആ സെയിം നമ്പർ. അപ്പോ ഒരു സംഖ്യക്ക് 2 ഫാക്ടറേ ഉള്ളൂ. ആ ഫാക്ടേഴ്സ് 1ഉം ആ നമ്പറുമാണ്. ഇങ്ങനെയുള്ള സംഖ്യകളെ പറയുന്ന പേരാണ് പ്രൈം നമ്പർ. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഡെഫിനിഷൻ ഇത്രേ ഉള്ളൂ. പറഞ്ഞു വരാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. സംഭവം ഇത്രേ ഉള്ളൂ. ഒരു നമ്പറിന് 2 ഫാക്ടറേ ഉള്ളൂ, അതിനെ പറയുന്ന പേര് പ്രൈം നമ്പർ. ഇനി മറ്റുള്ള സംഖ്യകൾ 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ, ഇവരെല്ലാം 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടല്ലേ, അപ്പൊ ഇവരെല്ലാം പറയുന്ന പേരാണെന്ത്? കോമ്പോസിറ്റ് നമ്പർ. 4 6 8 9 10 12 14 15 എക്സെട്ര താഴോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള സംഖ്യകളെ പറയുന്ന പേരാണ് കോമ്പോസിറ്റ് നമ്പർ. അപ്പൊ നമുക്കൊരു ഡൗട്ട് വരാം. അപ്പൊ ഇവിടെ 1 ആണെങ്കിലോ എക്സാക്ട്ലി 2 ഫാക്ടർ ആണെങ്കിലാണ് പ്രൈം, 2ൽ കൂടുതൽ ഫാക്ടർ ഉണ്ടെങ്കിലാണ് കോമ്പോസിറ്റ്. അപ്പൊ 1 എന്ന് പറയുന്ന ആളിന് 2 ഫാക്ടർ ഉണ്ടോ? ഇല്ല, ഒരൊറ്റ ഫാക്ടറേ ഉള്ളൂ. അപ്പൊ അയാളിനെ പ്രൈം എന്നും പറയാൻ പറ്റത്തില്ല, കോമ്പോസിറ്റ് എന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സംഖ്യകൾ നെയ്തർ പ്രൈം നോർ കോമ്പോസിറ്റ് എന്ന് തന്നെ നമ്മൾ പറയും, ഇല്ലേ? പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല. അപ്പൊ പ്രൈം നമ്പർ ഇത്രേ ഉള്ളൂ. ഒരു സംഖ്യക്ക് 2 ഫാക്ടറേ ഉള്ളെങ്കിൽ അത് നമ്മൾ പറയുന്ന പേര് പ്രൈം നമ്പർ. 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ പറയുന്ന പേര് കോമ്പോസിറ്റ് നമ്പർ. ഓക്കെ. ഇനി 1 എന്ന് പറയുന്ന സംഖ്യ പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല. അപ്പൊ നമ്മൾ പ്രൈം എന്താണ്, കോമ്പോസിറ്റ് എന്താണെന്നുള്ളത് പറഞ്ഞു. ഇനി നമുക്ക് ഈ പ്രൈം നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഫാക്ട്സ് നോക്കാം. 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ. ഓക്കെ, 1 മുതൽ 100 വരെ എന്ന് പറയുമ്പോൾ 100 ആൾക്കാരുണ്ട്. ഈ 100 പേരില് 25 നമ്പേഴ്സ് എന്താണ്? പ്രൈമാണ്. 25 പേര് പ്രൈം നമ്പർ ആയിട്ടുണ്ട്. പ്രൈം നമ്പർ നമ്മൾ നേരത്തെ പറഞ്ഞു 2 3 5 7 11 13
17, 19, 23 എക്സെട്ര എന്ന് പറഞ്ഞു പോകും. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഓർഡറിൽ ഇപ്പൊ സെയിം ഡിഫറൻസ് അങ്ങനെയൊന്നും അല്ല വരുന്നത്. നോക്കേണ്ടത് എങ്ങനെയാണ്, ഒരു നമ്പറിന് രണ്ടേ രണ്ട് ഫാക്ടറേ ഉള്ളൂങ്കിൽ അത് ഇതിൽ വരും, പ്രൈമിൽ വരും. അങ്ങനെയുള്ള സംഖ്യകളാണ് ഞാനിവിടെ എഴുതിയത്. ഓക്കെ, ഇത് ഇത്രയുമല്ല, ഇനി അങ്ങോട്ടുണ്ട് ജസ്റ്റ് 23, 25-നകത്തുള്ള പ്രൈം നമ്പേഴ്സ് ഞാനിവിടെ ഇപ്പോൾ എഴുതി. നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ടതും 25-നകത്തുള്ള പ്രൈം നമ്പേഴ്സ് ആണ് ഏറ്റവും ബേസിക് ആയിട്ട് അറിയേണ്ടത്. പിന്നെ അറിയേണ്ട കാര്യങ്ങൾ 1-നും 100-നും ഇടയിൽ എത്ര പേര് പ്രൈം ആയിട്ടുണ്ട്, 25 സംഖ്യകൾ പ്രൈം ആയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ 1 മുതൽ 50 വരെയുള്ള ആൾക്കാരാണെങ്കിലോ 15 പേര് പ്രൈമാണ്. അങ്ങനെയെങ്കിൽ ബാക്കി 51 മുതൽ 100 വരെയുള്ള ആൾക്കാരിൽ എത്ര പേര് പ്രൈം ആയിരിക്കും? ആകെ 25 പേരാണ് പ്രൈം. 1 മുതൽ 50 വരെ 15 പേരുണ്ടെങ്കിൽ ബാക്കി 51 മുതൽ 100 വരെ എത്ര പേര്? 10 പേര് പ്രൈം ആയിരിക്കും. അപ്പൊ ഇതിനോട് നമുക്ക് കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയാം. 1 മുതൽ 100 വരെ 25 പേര് പ്രൈം ആണെങ്കിൽ ബാക്കിയുള്ളവർ എന്തായിരിക്കും? കോമ്പോസിറ്റ് നമ്പർ ആയിരിക്കും. ആരൊഴികെ? ഒന്നൊഴികെ. ഓക്കെ, അപ്പൊ 25 പേരെ മാറ്റി നിർത്തിയാൽ ബാക്കി 75 പേരുണ്ട്. പക്ഷെ 75-ല് 1 എന്ന് പറയുന്ന സംഖ്യ കൂടെ ഇൻക്ലൂഡ് അല്ലേ? പ്രൈം എന്ന് പറഞ്ഞാൽ മാറ്റി കഴിഞ്ഞാൽ. പക്ഷെ 1 ഞാൻ നേരത്തെ പറഞ്ഞു പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല. അപ്പൊ 74 പേര് കോമ്പോസിറ്റ് ആണ്. ഇപ്പൊ ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 99 പേരെ ആയുള്ളൂ. അഡീഷണൽ ആയിട്ട് ആരാണുള്ളത്? 1 ആണുള്ളത്. ഓക്കെ, ഇനി അതുപോലെ 1-നും 50-നും ഇടയിൽ 15 പേര് പ്രൈം ഉണ്ട്. അങ്ങനെയെങ്കിൽ എത്ര കോമ്പോസിറ്റ് കാണും? 50 പേരിൽ നിന്ന് 15 കുറച്ചാൽ ബാക്കി എത്ര കിട്ടും? 35 കിട്ടും. 1 എന്ന് പറയുന്ന സംഖ്യ ഉണ്ടല്ലോ, അപ്പൊ അതിനെ കൂടെ ഒന്ന് മാറ്റാം. ബാക്കി 34 പേര് കോമ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി 51 മുതൽ 100 വരെ ആണെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കാനില്ല. 10 പേര് പ്രൈം ആണെങ്കിൽ ബാക്കിയുള്ള എല്ലാവരും എന്തായിരിക്കും? കോമ്പോസിറ്റ് ആയിരിക്കും. 51 മുതൽ 100 വരെ 50 പേരുണ്ട്. 10 പേര് പ്രൈം എങ്കിൽ ബാക്കി 40 പേര് കോമ്പോസിറ്റ്. ഇത് നമ്മളിങ്ങനെ എല്ലാ വാല്യൂ ഒന്നും അറിയണമെന്നില്ല. 1 പ്രൈമോ അല്ല കോമ്പോസിറ്റ് അല്ല എന്ന ഫാക്ട് അറിഞ്ഞിരിക്കുക. അതിനോടൊപ്പം ആരൊക്കെയാണ് പ്രൈമായിട്ട് വരുന്നത്, എത്ര എണ്ണം വീതമാണ് പ്രൈമായിട്ട് ഓരോ സെക്ഷനിലുള്ളത് എന്നറിഞ്ഞാൽ മതി. ബാക്കിയുള്ള നമ്പർ നമ്മൾ കാണാതെ പഠിക്കേണ്ട, അതിൽ നിന്ന് തന്നെ കിട്ടിക്കോളും. ഓക്കെ, ഇനി പ്രൈം കണ്ടുപിടിക്കാനായിട്ട് ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് കൂടി ഉണ്ട്. നമുക്ക് അതുകൂടി നമ്മുടെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്, നമ്മളിവിടെ ഞാനിപ്പോൾ എഴുതിയത് 6-ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് എഴുതിയത്. ഓക്കെ, 6-ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇതില് ഈ ടേബിളിൽ വരുന്ന ആൾക്കാരുടെ ഇടവും വലവും വരുന്ന ആൾക്കാരെ എടുക്കുക. അതായത് ഈ 6-ന് ഇപ്പുറത്ത് ആരുണ്ട്? 6-ന് ഇപ്പുറത്ത് 5 ഉണ്ട്, അപ്പുറത്ത് ആരുണ്ട്? 7 ഉണ്ട്. ഇല്ലേ? 11-ന് ഇപ്പുറത്ത് 11 ഉണ്ട്, അപ്പുറത്ത് ആരുണ്ട്? 13 ഉണ്ട്. ഓക്കെ, 11, 12, 13. അതുപോലെ 17, 18, 19. അതുപോലെ 23, 24, 25. അതുപോലെ 29, 30, 31, 35, 36, 37, 41, 42, 43, 47, 48, 49. ഓക്കെ, എക്സെട്ര എന്ന് പറഞ്ഞു പോകും. ഇനി നമ്മൾ ഓർമ്മിക്കുക, തുടക്കത്തിൽ 2 എന്ന് പറയുന്ന സംഖ്യയും 3 എന്ന് പറയുന്ന സംഖ്യയും ഉണ്ട്. ബാക്കിയുള്ള പ്രൈം നമ്പേഴ്സാണ് ഈ കിടക്കുന്നത്. അതിൽ ഒരു ചെറിയൊരു എക്സെപ്ഷൻ ഉണ്ട്. 5-ന്റെ ടേബിൾ വരുന്ന ആൾക്കാർ നമുക്ക് കാണുമ്പോൾ തന്നെ തിരിച്ചറിയാം. 5-ന്റെ ടേബിൾ വരുന്ന 5 അല്ലാതെ 5-ന്റെ ടേബിൾ വരുന്ന ആൾക്കാർ ഇതിൽ എന്ത് വരില്ല? പ്രൈം ആയിട്ട് വരില്ല. അപ്പൊ 25-ഉം 35-ഉം, കാരണം 5 എന്ന് പറയുന്ന സംഖ്യ അതിന്റെ ഫാക്ടറാണ്. അപ്പൊ അത് രണ്ട് മാറ്റി നിർത്തി. പിന്നെ അതിന് പുറമെ 7-ന്റെ ടേബിളിൽ വരുന്ന ആൾക്കാരും ഉണ്ട്. ഓക്കെ, ഒരുപാട് പേരെ നമുക്ക് കളയേണ്ടി വരത്തില്ല. ഇതുപോലുള്ള കുറച്ച് പേര് മാത്രമേ വരത്തുള്ളൂ. ഇത് നമുക്ക് കാണാതെ ബേസിക് ആയിട്ട് 25-ലുള്ള പ്രൈം നമ്പർ എല്ലാവരും മസ്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഇനി അതല്ല പെട്ടെന്ന് കിട്ടുന്നില്ല, അല്ലെങ്കിൽ കൂടുതൽ വാല്യൂസ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചിന്തിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? 6-ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതിയിട്ട് ഇടവും വലവുള്ള സംഖ്യകൾ എടുത്താൽ മതി. ലോകത്തുള്ള എല്ലാ പ്രൈം നമ്പേഴ്സിനും നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 6-ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഇടവും വലവുള്ള സംഖ്യകളാക്കി എഴുതാൻ പറ്റും. ഓക്കെ, പക്ഷെ ചില സംഖ്യകൾ ഇതുപോലെ ഓർത്തിരിക്കുക, എക്സെപ്ഷൻസ് ആയിട്ടുണ്ട്. ഇവിടെ 49 എന്ന് പറയുന്നത് 7-ന്റെ സ്ക്വയർ ആണ്. 7 × 7. ഓക്കെ, 7-ന്റെ ടേബിളുണ്ട്. ഇത് രണ്ടും 5-ന്റെ ടേബിളുണ്ട്. ബാക്കി പറയുന്ന ആൾക്കാരെല്ലാം എന്താണ്? പ്രൈം നമ്പേഴ്സ് ആണ്. ഓക്കെ, ഇനി ഒരു ചെറിയൊരു കാര്യം കൂടി. ഇവിടെ നമുക്ക് 2, 3 പ്രൈം നമ്പർ ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആൾക്കാരെ നമുക്ക് ഇവിടുന്ന് കിട്ടത്തുള്ളൂ. അതിൽ തന്നെ 2 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങളുടെ ബാക്കി നോക്കിയേ, എല്ലാ സംഖ്യകളും ഓഡ് നമ്പേഴ്സ് ആണ്. ഇല്ലേ? ഈ പ്രൈമായിട്ട് ഞാൻ പറഞ്ഞ എല്ലാ ആൾക്കാരും ഓഡ് നമ്പർ ആണ്. 2 എന്ന് പറയുന്ന സംഖ്യ മാത്രമാണ് എന്ത് വരുന്നത്? ഈവൻ നമ്പർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത്രേ ഉള്ളൂ. നമ്പർ സിസ്റ്റം മൊത്തം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഈവൻ ആയിട്ട് വരുന്ന ഒരേ ഒരു പ്രൈം നമ്പറേ ഉള്ളൂ, അതാണ് 2. കാരണം ബാക്കിയുള്ള എല്ലാ ഈവൻ നമ്പറിനും ഫാക്ടർ ആയിട്ട് ആര് വരും? 2 വരും. ഞാൻ അത് പറഞ്ഞിട്ട് 18 എന്ന് പറയുന്ന സംഖ്യ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ 1 ഉം 18 മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അതിനകത്ത് ആര് കൂടി വരും? 2 കൂടി ഫാക്ടർ ആയിട്ട് വരും. അപ്പോൾ ലോകത്തുള്ള ഏതൊരു ഈവൻ നമ്പർ എടുത്താലും അതിൽ ആര് ഫാക്ടർ ആയിട്ട് വരും? 2 എന്ന് പറയുന്നത് ഫാക്ടർ ആയിട്ട് വരും. അപ്പോൾ ബാക്കിയുള്ള ഈവൻ നമ്പറുകളൊന്നും പ്രൈം അല്ല. ഈവൻ ആയിട്ടുള്ള ഒരേ ഒരു പ്രൈമേ ഉള്ളൂ, അതാണ് 2. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രൈം ആൻഡ് കോമ്പോസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം, പക്ഷേ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് അറിഞ്ഞുകൂടാത്ത സംഖ്യകളുടെ റൂട്ടൊക്കെ കണ്ടുപിടിക്കേണ്ടി വരുമ്പോൾ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡാണ് അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് അറിയണം. പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ആദ്യം പ്രൈം എന്താണ്, കോമ്പോസിറ്റ് എന്താണെന്ന് പറഞ്ഞു. ഒരു സംഖ്യയ്ക്ക് 2 ഫാക്ടറേ ഉള്ളെങ്കിൽ അവർ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈം നമ്പർ. 2-ൽ കൂടുതൽ ഫാക്ടർ ഉണ്ടെങ്കിൽ പറയുന്ന പേര് കോമ്പോസിറ്റ് നമ്പർ. ഓക്കെ, രണ്ടാമത് പറഞ്ഞത് 1-നും 100-നും ഇടയിൽ 25 പേര് പ്രൈമാണ്. ബാക്കി അതിന്റെ കണക്കുകളൊക്കെ നമ്മൾ പറഞ്ഞു. അടുത്ത് പറഞ്ഞത് പ്രൈം നമ്പർ കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട്. 6-ന്റെ ടേബിളിന്റെ ഇടവും വലവുമുള്ള ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ എന്തായി? പ്രൈം നമ്പേഴ്സ് ആയി. ഓക്കെ, അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
മറ്റൊരു ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി ഫാക്ടറൈസേഷൻ പ്രൈം ഫാക്ടറൈസേഷനുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.